എൻ്റെ ഒരു കയ്യിലിരിക്കുന്നത് 3 തേങ്ങയാണ്. അതായത് 6 പീസ് കൊപ്ര. ഇത്രയും ചെറിയ കൊപ്ര ഞാൻ ശരിക്കും ഒരുമിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ഒന്നോ രണ്ടോ പീസൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് കണ്ടിട്ടില്ല. ഇത് ഞാൻ വേളാങ്കണ്ണിക്ക് പോകുന്ന വഴി നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കരിക്ക് വിൽക്കുന്ന ആളുടെ ഓട് ചോദിച്ചിട്ട് സംഘടിപ്പിച്ചതാണ്. അതായത് തമിഴ്നാട്ടിൽ പൊള്ളാച്ചി കൊപ്ര എന്ന് പറഞ്ഞാൽ ഏകദേശം കേരള കൊപ്ര പോലെ തന്നെ ഇരിക്കും. അതായത് നമ്മുടെ കേരള മലനിരകൾക്ക് താഴെ പൊള്ളാച്ചി, നഗമം, ഉടുമൽപ്പെട്ട് വരെ. അതിന് ശേഷമുള്ള കൊപ്രയാണ് തമിഴ്നാട് കൊപ്ര എന്ന് പറയും. അതിന് ദൂരെ സ്ഥലങ്ങളിൽ ഇതുപോലെ തൃശ്ശിനാപ്പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് തൃശ്ശിനാപ്പള്ളി അല്ലെങ്കിൽ വേളാങ്കണ്ണി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന കൊപ്ര ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ 3 ടൈപ്പ് കൊപ്രയാണ് ശരിക്കും തമിഴ്നാട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എൻ്റെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് കുറച്ച് കമൻറ്റോളികൾ വന്ന് കമൻ്റ് ഇടും. കമൻറ്റോളികൾ അവർ പറയുന്നത് പോലെ ഞാൻ ഉടായിപ്പാണ്, ഫ്രോഡാണ്, ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കരുത്, എൻ്റെ പേരിൽ 900,000 കേസുകളുണ്ട്, അതുപോലെ മില്ല് നടത്തിയാൽ എനിക്ക് ഒരു ദിവസം 10 ലക്ഷം രൂപ ലാഭം കിട്ടും, അതുപോലെ ലാഭം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കൂല, എനിക്ക് അസൂയാണ് നിങ്ങൾക്ക് കാശ് കിട്ടുന്നത് കാണുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും മില്ല് തുടങ്ങണ്ട എന്ന് പറയുന്നത്. എവിടെ പോയാലും എൻ്റെ മനസ്സിൽ കൊപ്രയും തേങ്ങയാണല്ലോ. അപ്പോൾ അങ്ങനെ വേളാങ്കണ്ണിക്ക് പോണ വഴി ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കരിക്കും കുടിച്ച് ഇവിടെ ചോദിച്ചു കൊപ്ര ഉണ്ടോയെന്ന് ചോദിച്ചു ഈ നാട്ടിൽ. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ കൊപ്ര ഉണ്ട്. അങ്ങനെ അത് ചോദിച്ചപ്പോൾ പുള്ളി കുറച്ച് തരാമെന്ന് പറഞ്ഞു. ഇതിൽ ഈ വരമ്പ് വഴി ഇതിലിറങ്ങി അങ്ങോട്ട് പോകണമെന്നാണ് പുള്ളിയുടെ സ്ഥലം. അതാണ് പുള്ളിയുടെ വീട്. പുള്ളിയുടെ വീട്ടിൽ കൊപ്ര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 500 രൂപയ്ക്ക് കൊപ്ര തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി അത് ഇപ്പോൾ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വിൽക്കുന്ന കരിക്കൊന്നും ഈ നാട്ടിലല്ല, ഈ നാട്ടിലെ തേങ്ങയൊക്കെ ഭയങ്കര ചെറുതാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര ചെറുതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും കരിക്ക് കൊപ്ര 500 രൂപയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടിട്ട് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കഴിച്ച കരിക്ക് വലുതാണ് കേട്ടോ, അത്യാവശ്യം വലിയ കരിക്ക് തന്നെയാണിത്. ഇതിന് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉണ്ട്. ഞാൻ 500 രൂപയ്ക്ക് വാങ്ങിച്ച കൊപ്രയാണ്. തൂക്കിയൊന്നും നോക്കിയിട്ടില്ല. അയാൾ തന്നയച്ചു, ഒരു ചാക്ക് പോലത്തെ സാധനത്തിൽ തന്നയച്ചു. അത് ഞാനിവിടെ കൊണ്ടുവന്നു. ഇതങ്ങനെ അങ്ങ് ഡ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈ ആണിത്. ഇത് കണ്ടോ, മാക്സിമം ഈ ഒരു സൈസേ കൊപ്ര വരുന്നുള്ളൂ. കൂടുതലും കൊപ്ര ഇതുപോലെ ചെറുതാണ്, വളരെ പൊടിയാണ്. ഇതിൽ കണ്ടിട്ട് എണ്ണ പെർസെൻറ്റിന് അങ്ങനെ കുറവൊന്നുമില്ല. പക്ഷേ ഇതുപോലെ ചുളുക്ക് ഈ സാധനം കൂടുതലുണ്ട്. ഇതിനകത്തൊക്കെ എണ്ണ കിട്ടില്ല. ഇതിനകത്തൊക്കെ 50% വെളിച്ചെണ്ണ പ്രതീക്ഷിച്ചാൽ മതി. വലിയ കുഴപ്പം തോന്നണില്ല കണ്ടിട്ട്. ഇനി ഇത് ഞാൻ ഇവിടെ വന്ന കൊപ്രയിൽ നിന്ന് തിരിഞ്ഞെടുത്ത കൊപ്രയിൽ നിന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്കതിനകത്ത് സങ്കടമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മൾ ഈ വേളാങ്കണ്ണി, തൃശ്ശിനാപ്പള്ളി അപ്പുറം ആ ഭാഗത്ത് ഞാൻ കണ്ട കൊപ്ര. ഇതിൽ എണ്ണ പെർസെൻറ്റേജ് ഒരു 60-62 കൂട്ടാൻ പറ്റുമായിരിക്കും. എന്നാലും 60 കൂട്ടിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.